എല്ലാ പേരും എല്ലാ പ്രതീക്ഷയോടും സുഖത്തോടും കൂടി ജീവിച്ചിരുന്ന ഒരു പ്രദേശം ഇത്തരത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വീടിന്റെ കാഴ്ചയാണത്. അവിടെ വന്നടിഞ്ഞ മരങ്ങൾ, എങ്ങനെ ഈ കെട്ടിടങ്ങൾ, കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ സുരക്ഷിതമെന്ന് നമ്മൾ കരുതി പോകുന്നവരാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ താമസിച്ചാൽ സുരക്ഷിതമായി ജീവിക്കാം, എല്ലാവരുടെ സ്വപ്നമാണ് അത്തരത്തിലൊരു വീട്. ആ ഒരു വീട്, അങ്ങനെയുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ തവിട് പൊടിയായി മാറുന്നത്. അത്രയ്ക്ക് വലിയ മരക്കഷ്ണങ്ങളാണ്, മരഭാഗങ്ങളാണ്, മരത്തിന്റെ ഭാഗങ്ങളാണ് ഇവിടെ വന്ന് അടിഞ്ഞിരിക്കുന്നത്. അതിലും വലിയ പാറക്കല്ലുകളാണ്. ഒരുപക്ഷെ നമ്മൾ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെയൊക്കെ ദൃശ്യങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അവിടെ കാണുന്നതിന് അതിനുമൊക്കെ എത്രയോ ഇരട്ടി വലിയ പാറക്കഷ്ണങ്ങൾ ഇവിടെ ഓരോ സ്ഥലത്തു നിന്നും ഒലിച്ച് ഈ പുഴ തന്നെ വഴിമാറി ഒഴുകുകയാണ് ചെയ്തത്. ആ ഭാഗത്തൊക്കെ ഇതൊക്കെ മണ്ണ് അടിഞ്ഞ് കിടക്കുന്നത് ഇപ്പോഴും കാണാം. എത്ര ഉയരത്തിലായിരിക്കാം ഈ ഉരുൾ പൊട്ടി ഒലിച്ച് വന്നത്. ഈ മരങ്ങളുടെ ഭാഗങ്ങൾ, ഈ മൺകൂനയായി കാണുന്ന സ്ഥലങ്ങൾ പലതും വീടുകളായിരുന്നു, പല ആളുകളുടെ സ്വപ്നങ്ങളായിരുന്നു. ഒരു ജീവിതത്തിന്റെ മുഴുവൻ സമ്പാദ്യങ്ങൾ കൊണ്ട് അവർ തീർത്ത അവരുടെ മനസ്സിലെ മാളികകളായിരുന്നു. അമ്പലങ്ങളുണ്ട്, ഇവിടെ പള്ളികളുണ്ട്, പാർട്ടി ഓഫീസുകളുടെ ചില ഭാഗങ്ങളുണ്ട്, ഒരു മുസ്ലിം പള്ളിയും തൊട്ടടുത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയും. ജനങ്ങൾ മതഭേദമില്ലാതെ സാഹോദര്യത്തോടെ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണെന്നതിന് ഇതിൽ പരം എന്ത് തെളിവ് വേണം? ആ ഒരു സ്ഥലത്താണ് ഇത്ര വലിയൊരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എല്ലാ കെട്ടിടങ്ങളുടെയൊക്കെ ഉൾഭാഗം പലതും ഒലിച്ചു പോയിരിക്കുന്നു. ചിലതൊക്കെ അതിന്റെ മധ്യഭാഗത്തു നിന്നാണ് ഇത് കൃത്യമായ ഒരു സഞ്ചാരപാതയല്ല. നമ്മൾ കാണുമ്പോൾ ഈ ഉരുൾപൊട്ടൽ ഒരു സ്ഥലത്തുണ്ടായെങ്കിൽ അതിന്റെ അതേ രേഖയിൽ അത് നോക്കുമ്പോൾ ആ ഭാഗത്ത് ചില സ്ഥലങ്ങളിൽ നാശനഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് മാറി അടുത്ത സ്ഥലത്ത് വളഞ്ഞും പുളഞ്ഞുമൊക്കെ ഉരുൾ ഒഴുകിപ്പോയ വഴികളാണ്. അങ്ങനെ എവിടെയും സുരക്ഷിതമെന്ന് കരുതാൻ കഴിയാത്ത മേഖലയാണ് ഇവിടെ നമുക്ക് കാണാനാകുന്നത്. ഇപ്പോഴും ഇത് ഒരു പുഴ ഒഴുകിയിരുന്ന വഴിയല്ല ഇത്. പക്ഷേ ഉരുൾപൊട്ട ശേഷം ഇങ്ങനെയാണ് ഇവിടെ നിന്നാണ് ഈ പുഴ ഇപ്പോൾ ഒഴുകിപ്പോകുന്നത്. അത് പിന്നീട് താഴെത്തുമ്പോൾ വീണ്ടും വഴിമാറുന്നു. ഇനിയും അവിടെയൊക്കെ ആ ഭാഗങ്ങളെ കാണുമ്പോൾ പേടിപ്പെടുത്തുന്ന കാഴ്ചയാണത്. വലിയ പാറക്കഷ്ണങ്ങൾ എവിടെ നിന്നാണ് ഒഴുകി വന്ന് നമുക്ക് കാണാം. ആ പാറക്കഷ്ണങ്ങളുടെ മുകളിൽ മണ്ണ് മൂടി കിടക്കുകയോ അല്ലെങ്കിൽ ആ മണ്ണ് ഒലിച്ചുപോയ ഭാഗങ്ങളോ ആണ്. ഈ പാറക്കഷ്ണങ്ങളാണ് താഴേക്ക് ഒലിച്ചുപോയത്. ഇതാണ് നിരവധി വീടുകൾ ഇല്ലാതാക്കിയത്. ഇതാണ് ആ സ്കൂളുകൾ, താഴത്തെ സ്കൂളൊക്കെ ഇടിച്ചു നിരത്തിയത്. ഇതാണ് എത്രയോ ആളുകളുടെ ജീവനെടുത്തത്. അതിന്റെ മുകൾ ഭാഗങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മുണ്ടക്കൈയിൽ ഇത്രയധികം ഈ പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ ഈ ഭാഗത്തു നിന്നൊക്കെ ഒലിച്ചു വന്നതാണ് താഴേക്കെത്തി ഇത്രയധികം വലിയ ദുരന്തമായി കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തമായി ഇതിനെ മാറിയത് എന്തുകൊണ്ട് എന്നതിന്റെ ചോദ്യം ഇത് തന്നെയാണ്. സാധാരണഗതിയിൽ ഉരുൾപൊട്ടി വരുമ്പോൾ വലിയ ചെളിയും മണ്ണുമൊക്കെ അങ്ങനെയുള്ള പ്രദേശങ്ങളാണ്. പക്ഷെ ഇവിടെ ഈ ദുരന്തത്തിന് ആഘാതം കൂട്ടിയത് സ്വാഭാവികമായും ഇത്രയധികം വലിയ കല്ലുകളുള്ള ഒരു പ്രദേശമാണ്. ആ ഒരു ഭൂമിയാണ് ഇങ്ങനെ നെടുകെ പിളർന്ന് ഇങ്ങനെ ഉരുൾ പൊട്ടി ഒലിച്ച് താഴേക്ക് പോയത്. ഇതിൽ ഒരു ഉയരത്തിലുള്ള ദൃശ്യങ്ങൾ, ആകാശ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നേരത്തെ കണ്ട ഇന്നലെയൊക്കെ നമ്മൾ നിന്നിരുന്ന സ്ഥലത്ത് ചൂരൽമലയുടെ അവിടെയുള്ള സ്കൂളിന്റെ ഭാഗങ്ങളൊക്കെ കാണാം. ഇവിടെയൊക്കെ ശരിക്കും വെള്ളത്തിനേക്കാൾ കൂടുതലായി ഈ പാറക്കഷ്ണങ്ങൾ ഒഴുകിപ്പോകുന്ന പാറക്കല്ലുകൾ, കഷ്ണങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, വലിയ കൂറ്റൻ പാറകൾ ഒഴുകിപ്പോയ സ്ഥലം കാണാം. ഒരു കോറിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ കാണുന്നതിന് സമാനമായ കാഴ്ചകൾ നമുക്ക്, കരിങ്കൽ കോറിയിൽ പോകുമ്പോൾ സമാനമായ കാഴ്ചകൾ നമുക്ക് കാണാം. അതിനൊപ്പം ഒരു പുഴ ഒഴുകുന്നു. ഇതൊക്കെ വളരെ ശക്തിയുണ്ടെന്ന് കരുതുന്ന അല്ലെങ്കിൽ ഈ മണ്ണിനെ പിടിച്ചു നിർത്തിയ പാറക്കല്ലുകളാണ്. ആ പാറക്കല്ലുകളാണ് ഈ ഉരുൾപൊട്ടി ഇങ്ങനെ ഒലിച്ചിറങ്ങിയിരിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടി വരുമ്പോൾ ഇവിടെയും ഒരു വീടായിരുന്നിരിക്കണം. ഒരു കട്ടിലിന്റെ ഭാഗമൊക്കെ ഈ മരത്തിന്റെ താഴെ കാണുന്ന ഭാഗത്ത് ഒരു കട്ടിലിന്റെ ഒരു കുറച്ചു ഭാഗം അവിടെ കാണാം. ഇതും വീടായിരുന്നു. ഇവിടെയും നിരവധി ആളുകൾ താമസിച്ചിരുന്ന സ്ഥലങ്ങളാണ്. സ്വാഭാവികം അങ്ങനെ ആയിരിക്കണം. ഇവിടെയൊക്കെ താമസിച്ച മനുഷ്യർ എവിടെയാണ്? അവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ ഈ മണ്ണിനടിയിൽ ഇപ്പോഴുമുണ്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒലിച്ചുപോയോ എന്ന ചോദ്യത്തിനൊന്നും അത്ര എളുപ്പം മറുപടി നൽകാൻ കഴിയില്ല. ഈ രക്ഷാപ്രവർത്തനം എത്ര നാൾ നീണ്ടുപോകുമെന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒന്നുകൂടി ഉറപ്പിക്കാം. അത്രയധികം ഭീകരമാണ് ഇവിടുത്തെ അത്രയധികം ഭീതിതമായ ഒരു ദുരന്തമാണ്, അത്രയധികം വ്യാപ്തിയുള്ള ഒരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായത്. നമ്മൾ ഇതിന്റെ ഓരോ സ്ഥലം കണ്ടുവരുമ്പോഴും മുകളിലേക്ക് പോകുമ്പോൾ കൂടുതൽ ദുഷ്കരമായ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. കൂടുതൽ ദുരന്തത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകുന്നത്. ഇതിന്റെ താഴെയും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തുകയാണ്. ഈ ആരെങ്കിലും അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നറിയാൻ അവിടെ ചില വാഹനങ്ങൾ, ഒരു കാറോ ഓട്ടോറിക്ഷയോ ഒക്കെയാണ്. അതെല്ലാം ഒരു
കൂട്ടമായി മാത്രം മാറി ഇരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. സ്വാഭാവികമായി ഇതുമൊരു വീടായിരുന്നു. കോൺക്രീറ്റ് കൊണ്ട് കെട്ടിയ ഒരു കോൺക്രീറ്റ് നിർമ്മിതിയായിരുന്നു ഇവിടെ. അതിന്റെ ഭാഗമൊക്കെ ഇവിടെ ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുന്നു. ഇതൊരു വീടിന്റെ ഒരു ടെറസ്, ഒന്നാം നില ടെറസോ മറ്റോ ആയിരുന്നിരിക്കണം. അത്രയധികം ഉയരത്തിലുള്ള ഒരു വീടായിരുന്നിരിക്കണം. അവിടെയാണ് ഇപ്പോൾ അതൊരു വീടാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയിൽ അത് ഉണ്ടാകുന്നത്. ഇവിടെ ഈ പടികൾ ഇറങ്ങിപ്പോയത് ഒരുപക്ഷെ അവരുടെ വീട്ടിലേക്കാകാം, അല്ലെങ്കിൽ ഇത് അവരുടെ വീട്ടിന് മുകളിലേക്കുള്ള പടികളാകാം. എന്തായാലും ആ വീടുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഇടിച്ച് നിരത്തപ്പെട്ടിരിക്കുന്നു. ബുൾഡോസറുകൾ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ ഇടിച്ചു നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലും ശക്തിവത്തായ പാറക്കല്ലുകൾ വന്ന് ഈ വീടുകളെ അക്ഷരാർത്ഥത്തിൽ ഇടിച്ചു നിരപ്പാക്കി പോയിരുന്നു എന്നുള്ളതിനാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ കാഴ്ചകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. എന്ത് വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ഇതിലും അപ്പുറം എങ്ങനെ ആളുകളെ ബോധ്യപ്പെടുത്താനാകും. ഇതിനും എന്ത് വലിയ ദുരന്തമാണ് ഈ മുണ്ടക്കൈ നിവാസികൾ അനുഭവിച്ചത് എന്നത് എങ്ങനെ വാക്കുകൾ വർണ്ണിക്കാൻ കഴിയില്ല. പക്ഷേ ദൃശ്യങ്ങൾ തന്നെ അതിന് ഏറ്റവും ശക്തമായ മറുപടിയാണ്.